സുഹൃത്തുക്കളെ, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നെയ്യാറ്റിങ്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്ന ഒരു ഓണാഘോഷ മേളയാണ് നെയ്യാർ മേള. നെയ്യാറിൻ്റെ ഓരത്ത് നെയ്യാറ്റിങ്കര പട്ടണത്തിലെ മുഴുവൻ കച്ചവടക്കാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ മേളയാണ് നടത്തിവരുന്നത്. ആ മേളയുടെ തുടക്കക്കാരനെന്ന നിലയിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ ഇന്നത്തെ ജില്ലാ പ്രസിഡന്റ് കെ ആൻസൽ MLA ഞങ്ങളെ മേളയുടെ രക്ഷാധികാരി കൂടിയാണ്. ഈ മേള കഴിഞ്ഞ 10 വർഷമായി വിനോദസഞ്ചാര വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയുടെ വേദി കൂടിയാണ്. ഇതിൻ്റെ 10ാമത് മേള നെയ്യാറ്റിൻകരയിൽ സെപ്റ്റംബർ മാസം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രസ് മീറ്റിംഗാണ് ഇന്നിവിടെ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രസ് മീറ്റിങ്ങിന് ഞങ്ങളുടെ രക്ഷാധികാരിയും വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ പ്രസിഡന്റും കൂടിയായിട്ടുള്ള കെ ആൻസൽ MLA ഇവിടെ സന്നിധാനമായിട്ടുണ്ട്. MLA ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആദർശ് ചന്ദ്രൻ ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ സംഘടനയുടെ ഏരിയ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാലേന്ദ്രൻ നായർ ഇവിടെ സന്നിധനായിട്ടുണ്ട്. ബാലേന്ദ്രൻ നായരെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ രാജ്മോഹൻ, ഈ പ്രസ് മീറ്റിങ്ങിൻ്റെയൊക്കെ ഞങ്ങളുടെ കാലങ്ങളായി ഞങ്ങളുടെ സംഘടനയുടെ ഈ മീഡിയയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്മോഹൻ ഇവിടെ സന്നിധനായിട്ട് രാജ്മോഹനെ സ്വാഗതം ചെയ്യുന്നു. ഈ പബ്ലിസിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതിൻ്റെ സൗദി കമ്മ്യൂണിക്കേഷൻ്റെ ഷാജി ഇവിടെ സന്നിധനായിട്ടുണ്ട്. ഷാജിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ പങ്കാളിയായിട്ടുള്ള പത്രപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നെയ്യാറ്റിങ്കര വളരെ പ്രധാനപ്പെട്ടൊരു പ്രദേശമാണ്. സാധാരണ നമുക്കറിയാം, ഈ ഫെസ്റ്റിവൽ ചടങ്ങുകൾ പൂർണ്ണമായും നഗര കേന്ദ്രീകരണമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് 2013 വ്യാപാരി വ്യവസായി സമിതി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നഗരസഭയുടെയും മറ്റ് സർക്കാർ ഏജൻസികളുടെയും എല്ലാം പിന്തുണയോടുകൂടി നെയ്യാർ മേള എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ഒരു കാർണിവൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല വിജയം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2-3 ഘട്ടത്തിൽ നമുക്ക് ആ പരിപാടി നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഒന്ന്, കോവിഡ് കാലഘട്ടത്തിൽ അത് ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞോണം നമ്മളത് പ്രവർത്തനങ്ങൾ ആലോചിച്ച് വരുന്ന ഘട്ടത്തിൽ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒഴിവാക്കപ്പെടുകയുണ്ടായി. പ്രളയം വന്ന ഘട്ടത്തിലും ആ പരിപാടി, അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ആ പരിപാടി ഇതിനിടയിൽ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെപ്റ്റംബർ മാസം 1 മുതൽ 14 തീയതി വരെയാണ് ദേശീയപാതയിലെടുത്ത് ആറാട്ടുമൂട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, പ്രധാനമായും ജനങ്ങളെ നല്ല നിലയിൽ തന്നെ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പല ഘട്ടങ്ങളിൽ നമുക്കുള്ള അനുഭവം എന്ന് പറയുന്നത്, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും മറ്റ് ജില്ലകളിൽ നിന്ന് പോലും തമിഴ്നാട്ടിൽ നിന്ന് പോലും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എക്സിബിഷനും കാർണിവലും മറ്റു പരിപാടികളും ആസ്വദിക്കുന്നതിന് ജനങ്ങൾ എത്തുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ അവിടെ കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് പൊതുവിൽ നെയ്യാറ്റിൻകരയെ ജില്ലയുടെ നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായി താലൂക്ക് കേന്ദ്രത്തിൽ ഒരു വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ സീസണിൽ അവർക്ക് നല്ല വ്യാപാരം ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അത് മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് വ്യത്യസ്തമായ പരിപാടികൾ, അതിനകത്ത് നമുക്ക് ടൂറിസം വാരാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള കലാപരിപാടികൾ കൂടി ആ വേദിയിൽ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൂടെ ലഭിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ തന്നെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഒരു ജനകീയ ഉത്സവമായി ഈ നെയ്യാർ മേള മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.